എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടിണിയാണ്. കല്ലുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ ജോലിക്ക് പോയി, വീട്ടു ജോലിക്കായിട്ട് പോയി. വീട്ടുജോലിക്കായിട്ട് പോകുന്ന അവരാദ്യം പത്രടാനെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്നവർ എൻ്റെ പ്രായമുള്ള കുട്ടികളുടെ തുണി വരെ നനയ്ക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായി. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് റോഡിൽ വീണ കാക്ക കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് വണ്ടി, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ പൂടെയൊന്നും ആവാത്ത കുഞ്ഞുങ്ങൾ റോഡിൽ വീണ് കിടക്കും, മരത്തിൽ നിന്ന് അന്നൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ ഇവർ സ്നേഹം കൊണ്ട് റോഡിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ബസ് ഇടിച്ച്, ഈ ടൈറ്റാനിയത്തിൻ്റെ ഒരു ബസ് ഇടിച്ചതിനെ അവർ 5 പേര് ഒരുമിച്ച് മരിച്ചു. പിന്നെ അങ്ങോട്ട് 5ാം ക്ലാസ്സോട്ട് ജോലിക്ക് പിന്നെ അങ്ങോട്ട് ജോലിക്ക് പോയി തുടങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ കാശ് കിട്ടുന്ന സമയത്ത് പ്രാവുകൾ, എനിക്ക് 250ഓളം പ്രാവുകളുണ്ടായിരുന്നു. ആദ്യം ഏത് പാമ്പിനെയാണ്? പക്ഷെ മൂർഖനാണെന്ന് എനിക്കറിയില്ല. അന്ന് നമുക്ക് പാമ്പെന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടമാണ്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്കൊരു 13 വയസ്സ് കഷ്ടി വരുന്നത്, 13ഓ 14ഓ അതിനപ്പുറം എന്തായാലും വരത്തില്ല. 13നും 14നും ഇടയ്ക്കാണ്. വസിക്കുവാൻ തോട്ടങ്ങളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, റോഡുണ്ട്, കാറുണ്ട്, രാപ്പകൽ കത്തും അടുപ്പും വിളക്കും തീറ്റയും. സത്യം പറഞ്ഞാൽ എല്ലാവരും പാമ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം എന്താണ് മറ്റൊരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ട് സാറ് മാത്രമാണ് എൻ്റെ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭാമ സുരേഷിൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്താണ്? ഏറ്റവും കുട്ടിയായിരുന്നു. വളരെ സന്തോഷമുണ്ട് സാറിനോട് ആദ്യം അതാണ്, സാറിനോടൊപ്പം തന്നെ കാണാനും സാറിനോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതിന് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതിലുപരി സത്യം പറഞ്ഞാൽ എല്ലാവരും പാമ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം എന്താണ് മറ്റൊരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ട് സാറ് മാത്രമാണ് എൻ്റെ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടിണിയാണ്. എൻ്റെ പട്ടിണി, എൻ്റെ കഷ്ടപ്പാട്. എൻ്റെ മാത്രമല്ല, ഞാൻ, അനിയത്തി, 2 ചേട്ടന്മാർ, അമ്മ, അച്ഛൻ, അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛന് കണ്ണ് കാണാൻ പറ്റത്തില്ല. അമ്മയുടെ അച്ഛൻ ഒരുപാട് കാലം കണ്ണിന് കാഴ്ചയില്ലാതെ മരണം വരെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടം, അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ. അന്നത്തെ പട്ടിണി. ഞങ്ങൾ അടുത്ത വീട്ടിൽ പുതുകുട്ടിക്കോണം പോസ്റ്റ് ഓഫീസ്, സ്റ്റോർ എന്ന് പറഞ്ഞ 3-4 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ അന്നത്തെ കപ്പ മാങ്ങ, വെള്ളരി മാങ്ങ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന ചക്ക, അവർക്ക് അതൊക്കെ ഞങ്ങൾ മാവിൻ്റെ മുകളിൽ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നോക്കിയിട്ട് പോകും, കളർ മാറി നിൽക്കുന്ന മാങ്ങ. വൈകിട്ട് വരുമ്പോൾ അവിടെ അതില്ലെങ്കിൽ ഞങ്ങൾ നാലോടെ മാവിൻ്റെ മുട്ടി പോയി നോക്കാം താഴെ വീണിട്ടുണ്ടോ. അല്ലെങ്കിൽ കാറ്റുണ്ട്, ഞങ്ങൾ വീട്ടിലടിക്കുമ്പോൾ സ്കൂളില്ലെങ്കിൽ ഞങ്ങൾ അത് നോക്കിയിരിക്കും, അത് എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പാമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴല്ലേ ആയത്. ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ ദുരിതവും മറ്റാർക്കും അറിയില്ല. നമ്മളൊരു വീട്ടിലും പോയി എന്നും പറഞ്ഞ് അങ്ങനെ ആഹാരത്തിന് കൈ നീട്ടിയിട്ടുമില്ല. പക്ഷേ ഞാനൊരു 3ാം ക്ലാസ്സിൽ 4-ൽ 5-ലൊക്കെ ആകുമ്പോൾ കരവഴ എന്നൊരു കുടുംബമുണ്ട്. കരവഴ അവരുടെ കുടുംബമാണ്. പോങ്ങുമ്പോട്ടൊരു അത് കരവഴ മുതൽ അവർക്കൊരു ഒരുപാട് സ്വത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ലത എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്ക് മാരേജ് ലേറ്റായി കല്യാണം. അവർ ഹിന്ദുസാണ്. ഹിന്ദുസാകുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ശിവൻകോവിലിൽ പോവുക. അപ്പോൾ ഈ ചേച്ചി ഒറ്റയ്ക്കാണ് വന്നത്. അവർക്ക് ബോഡി ഗാർഡായിട്ട് ഞാനാണ് പോകുന്നത്. ഈ ബോഡി ഗാർഡായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും രാവിലെ വീട്ടിൽ കാപ്പിക്കൊന്നും കാണത്തില്ല. അപ്പോൾ രാവിലെ 7-7:30 പോവും. തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വീട്ടിൽ അടുക്കളയുടെ പുറകിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും ഉപ്പുമാവോ അല്ലെങ്കിൽ അന്നത്തെ ഇഡ്ഡലിയോ അന്നത്തെ എന്തെങ്കിലും കാപ്പി കിട്ടും. അതിനുവേണ്ടി ഞാൻ എന്നെ വിളിച്ചില്ലെങ്കിലും ചേച്ചി അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നു. ഒരു ശ്രീകാര്യം വരെ 1 കിലോമീറ്റർ ഇപ്പുറം വരെ പോകണം. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കിട്ടും. അതുപോലെ എല്ലാ മാസവും മലയാളം 1-ാം തീയതി 2-ാം തീയതി കരവഴ, പിന്നെ കരവഴയും എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള 2 കുടുംബങ്ങൾ 1-ാം തീയതി 2-ാം തീയതി പോങ്ങോട് അമ്പലത്തിലെ 2 വഴിപാടുകളാണ് എല്ലാ 1-ാം തീയതി 2-ാം തീയതി. അപ്പോൾ ഞാനിത് ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് ഈ 5:30 പോയി കഴിഞ്ഞാൽ 7:30 തിരിച്ചു വരാം. ഈ തിരിച്ചു വരുമ്പോൾ ഇവർ നമുക്ക് എന്തെങ്കിലും പഴിഞ്ഞോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം നമുക്ക് തരും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ അന്ന് ദാരിദ്ര്യമുള്ളപ്പോൾ നമ്മൾ മീനൊന്നും വാങ്ങാറില്ല അങ്ങനെ. അപ്പോൾ അവർ ചിലപ്പോൾ മീൻ ചാറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറുപ്പകാലത്തിൻ്റെ ഈ 5-ാം ക്ലാസ്സിൽ 4-ലൊക്കെ പഠിക്കുമ്പോൾ ഇവരെ കൂടെ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാവുന്നത് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ പാമ്പിനെ പിടിക്കുന്നു, അത് ചെയ്യുന്നു. ഇതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മൾ സ്വന്തം അമ്മയെ ബഹുമാനിക്കാതെ, അപ്പനെ ബഹുമാനിക്കാതെ, അടുത്ത വീട്ടിലെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുന്നത് ഏറ്റവും വലിയ കപടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ ഓർമ്മ എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കഷ്ടപ്പാട്, അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിൻ്റെയും ചേട്ടന്മാരുടെയും കഷ്ടപ്പാട് തന്നെയാണ്. അവരുടെ കഷ്ടപ്പാട് തുടങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ പഠിക്കാൻ കുറച്ച് മോശം ഞാനായിരുന്നു. അനിയത്തി പഠിക്കുന്നുണ്ട്, ചേട്ടന്മാർ 2 പേർ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ
ഒരു 5ാം ക്ലാസ്സിലൊക്കെ, 5ല്ല, എനിക്കൊന്ന് 13 വയസ്സായപ്പോൾ, 13 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ലേബറായിട്ട് പണിക്ക് പോയി. അന്ന് എനിക്ക് 5 രൂപയാണ് ശമ്പളം. അന്ന് 5ലോ 6ലോ പഠിക്കുന്നുണ്ട് ചെറിയ സ്കൂളിൽ. അങ്ങനെ ഞാൻ UPSലും ഹൈസ്കൂളിലൊക്കെ പോയതല്ല, എൻ്റെ സ്വന്തം കഷ്ടപ്പാടുകൊണ്ട് ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഈ UPSലും ഹൈസ്കൂളിലൊക്കെ പഠിച്ചത്. പിന്നെ ഒരു 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ഞാൻ ഒരു വർഷം ഞാൻ സ്കൂളിൽ പോകാതിരുന്നു. അപ്പോൾ ഞാൻ തിരുവല്ലയിൽ കല്ലുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ ജോലിക്ക് പോയി നിന്നു. വീട്ടു ജോലിക്കായിട്ട് പോകുന്നു. അവരാദ്യം പത്രമിടാനെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്നവർ എൻ്റെ പ്രായമുള്ള കുട്ടികളുടെ തുണി വരെ നനയ്ക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. പിന്നെ പയ്യുവിന് പുല്ലിറക്കണം, അങ്ങനെ എല്ലാം ചെയ്തു. എൻ്റെ ജീവിതം ഇതൊന്നും ഞാൻ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ കല്ലുപ്പാറ എന്ന വീട്ടിൽ എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മ ജോലിക്കുന്നൊരു വീടാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്. അപ്പോൾ അവിടെയാണ് എന്നെ പ്രസവിക്കുന്നത്, ഞങ്ങൾ 4 മക്കളെയും പ്രസവിക്കുന്നത്. അപ്പോൾ അവരുടെ റിലേഷനിൽപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് ഞാൻ വീട്ടുവേലയ്ക്ക് പോയത്. അങ്ങനെ ഏകദേശം 1 വർഷം വരെ ഞാൻ അവിടെ നിന്ന് തിരുവല്ലയിൽ കല്ലുപ്പാറയിൽ. അത് കഴിഞ്ഞ് എനിക്കവിടെ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരോട് പറയാതെ രാത്രി തന്നെ അവിടെ നിന്ന് വണ്ടി കയറി ഞാൻ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സാർ എൻ്റെ ചെറുപ്പകാലത്തുള്ള കഷ്ടപ്പാടുകളും ജീവിതം. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പാമ്പ് എന്നെ പിടിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർ വിളിക്കുന്നു, സ്നേഹിക്കുന്നു, അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതങ്ങനെയല്ല, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓർമ്മ ഇതാണ് എൻ്റെ ഓർമ്മ. പിന്നെ എൻ്റെ അച്ഛനിപ്പോൾ ക്യാൻസർ ഒന്ന് മരിച്ചു. അപ്പോൾ എനിക്കതിന് അച്ഛനെ നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അനിയത്തിക്ക് 2 കിഡ്നി ഫെയിലിയർ, അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്, അനിയത്തിക്ക് ഹാർട്ടിന് പമ്പിങ് കുറവുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല എപ്പോഴും ടെൻഷനും അതുപോലെ മെമ്മറി ഒന്നും ഒരിടത്തും നിൽക്കുന്നില്ല. അപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ സാറിനെ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കറിയാം സാറിന് എന്നെ പഠിക്കുന്നുണ്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഇപ്പോൾ അനിയത്തിയുടെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അത് ഇനിയിപ്പോൾ അവനെ പിടിക്കാൻ വിളിച്ചാൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു യാത്ര. അപ്പം മൊത്തത്തിലുള്ള താങ്കളുടെ കുട്ടിക്കാലത്തിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. അതെ. ഈ സ്പെസിഫിക്കായിട്ട് ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് പാമ്പുമായിട്ടുള്ള അടുപ്പം തന്നെയാണ് എൻ്റെ ഓർമ്മ. ആണോ? 100%. എൻ്റെ ഒരു 13ാമത്തെ വയസ്സിലാണ്. അല്ല, 13 അതിനു മുമ്പിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല? അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു 8 വയസ്സൊക്കെ ആയ സമയത്ത് അതിന് മുമ്പിലത്തെ ഓർമ്മയില്ല, ഏറ്റവും ആദ്യത്തെ ഓർമ്മയാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഞാൻ അച്ഛൻ്റെ ഞങ്ങളുടെ പട്ടിണിയും കഷ്ടപ്പാടുണ്ട് എൻ്റെ ഓർമ്മ. എന്നും പട്ടിണിയായിരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം ഓർമ്മയുണ്ടോ? ഉണ്ടാവും സാർ, ഉണ്ട്, ഒത്തിരി ഉണ്ട്. കാരണം എന്നാൽ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എനിക്ക് എൻ്റെ ഒരുവിധ ഓർമ്മയായ സമയത്ത് എനിക്കൊരു 6-7 വയസ്സായപ്പോൾ എൻ്റെ വീട്ടിൽ ആമത്തോട്ടൊരു പശു വാങ്ങിക്കുന്നത്. പശു വാങ്ങുന്നതല്ല, നമ്മുടെ മൺവിള കോൺവെൻറ്റിൽ നിന്ന് അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അമ്മയ്ക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അതിൽ ആദ്യമായിട്ട് കിട്ടിയത് എൻ്റെ അമ്മ കുഞ്ഞി എന്നായിരുന്നു ആ പശുവിൻ്റെ പേര്, കറവ പശുവിൻ്റെ പേര്. അതിൻ്റെ മോളെ പേര് ശങ്കരി എന്നായിരുന്നു. അപ്പോൾ അമ്മ ഈ പാല് കൊണ്ട് ശ്രീകാര്യത്ത് പോയിട്ട് അന്ന് എനിക്ക് 5-6 വയസ്സ് കട്ടിയേ എനിക്കുള്ളൂ. അപ്പം അമ്മ പാല് കൊണ്ട് ശ്രീകാര്യത്തേക്ക്, അപ്പോൾ ശ്രീകാര്യത്തിന് പോകണമെന്ന് നമുക്കറിയില്ല. അമ്മ കടയിൽ പോയിട്ട് വരുന്നത് ഞാനൊക്കെ ഇറങ്ങി വെളിയിൽ നിൽക്കും. അമ്മ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് എന്തെങ്കിലും മിച്ചറോ പഴമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ആ സമയത്ത് അമ്മയെ പ്രതീക്ഷിച്ച് നിൽക്കുന്നൊരു ഒരു ഓർമ്മയുണ്ടല്ലോ സാർ. അമ്മ വെളിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ പൊതി ഉണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഓർമ്മയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓർമ്മ അതാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയ്ക്ക് കഷ്ടപ്പാട് അനുഭവിച്ച് വന്നതുകൊണ്ടാണ് ചെറുപ്പം മുതൽ പെറ്റ് വീണത് മുതലേ കഷ്ടപ്പാടാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ച ഒരു 5 വയസ്സൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുവിധ ഓർമ്മ അമ്മയാണ്, അപ്പനാണ്, അല്ലെങ്കിൽ അപ്പൂപ്പനാണെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ വിശപ്പെന്നാണ് നമുക്ക് തിരിച്ചറിയാൻ തോന്നി. അപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ അമ്മയെ പ്രതീക്ഷിച്ച് റോഡിൽ ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ചേട്ടന്മാർ 2 നിൽക്കും, എന്നെ തള്ളിയിട്ട് അവർ മുന്നേ ഓടും ആ പൊതി പിടിച്ച് വാങ്ങാനായിട്ട്. അതൊക്കെയാണ് സാറേ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. പിന്നെ ഈ പക്ഷിമൃഗാദികളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അടുപ്പം ആദ്യം ഉണ്ട് സാർ. എനിക്കൊരു 9 വയസ്സൊക്കെ ഞാൻ ചെറുകിൽ UPSൽ 4ലോ 3ലോ പഠിക്കുമ്പോൾ റോഡിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് റോഡിൽ വീണ കാക്ക കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് വണ്ടി ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ പൂടെയൊന്നും ആവാത്ത കുഞ്ഞുങ്ങൾ റോഡിൽ വീണ് കിടക്കും, മരത്തിൽ നിന്ന് അന്നൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ ഇതിനെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 ഓട് ഇങ്ങനെ ചുവരോട് ചേർത്ത് വയ്ക്കും, ഒരു ഓട് മുന്നിലും വയ്ക്കും, ഒരു ഓട് മുകളിലും വയ്ക്കും. ഓട് അതിനകത്ത് ഇവയെ വെച്ചിട്ട് ഇവർ കരയുമ്പോൾ ഒരു വാക്കകത്ത് തീറ്റയൊക്കെ കരയുന്നത് തീറ്റ കൊടുക്കാനെന്ന് മനസ്സിലായി. തള്ള തീറ്റ കൊടുക്കാൻ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ കരയുമ്പോൾ ഞാൻ വാക്കകത്ത് ചോറൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് 9ഓളം കാക്കകളുണ്ടായിരുന്നു. 9ഓളം കാക്കകളുണ്ടായിരുന്നു. ഈ കാക്കകളെല്ലാം ഞാനിങ്ങനെ ഓട് വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് തന്നെ വളർത്തിക്കൊണ്ട് അവർ പറക്കാറാകുമ്പോൾ അവരങ്ങ് പറന്നു പോകും. പിന്നെ അവർ എന്താ പറയുക, കുറേ നാളൊക്കെ നമ്മൾ വീട് ചുറ്റിപ്പറ്റി നിൽക്കും. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അവരെ വഴിക്ക് സഞ്ചരിച്ചു പോകും. ആ കാക്ക ഒക്കെ ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ റോട്ടിൽ നിന്ന് കിട്ടുന്ന നായ്ക്കുട്ടികളെ, നായുടെ കുട്ടികളെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരുമായിരുന്നു. എനിക്ക് അങ്ങനെ 9 നായ ഉണ്ടായിരുന്നു കുട്ടികൾ എൻ്റെ ചെറുപ്പത്തിൽ.
9 നായ ഉണ്ടായിരുന്നു. 9 നായ ഒരു ദിവസം ഞാൻ പുറത്ത് എന്തോ കാര്യത്തിന് പോയിട്ട് രാവിലെ അന്ന് നമുക്ക് ടൈറ്റാനിയം എന്നൊരു ബസ്സുണ്ട്, ടൈറ്റാനിയം 5:15 അത് പോകുന്നത്. അപ്പോൾ ഇവർ സ്നേഹം കൊണ്ട് റോഡിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ബസ് ഇടിച്ച്, ഈ ടൈറ്റാനിയത്തിൻ്റെ ഒരു ബസ് ഇടിച്ചതിനെ അവർ 5 പേര് ഒരുമിച്ച് മരിച്ചു. അതോടുകൂടി ഞാൻ അവരെ വളർത്തൽ ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലിക്കൊക്കെ പോയി തുടങ്ങി. പിന്നെ അങ്ങോട്ട് 5ാം ക്ലാസ്സോട്ട് ജോലിക്ക് പിന്നെ അങ്ങോട്ട് ജോലിക്ക് പോയി തുടങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ കാശ് കിട്ടുന്ന സമയത്ത് ഞാൻ പ്രാവുകൾ, എനിക്ക് 250ഓളം പ്രാവുകളുണ്ടായിരുന്നു എൻ്റെ വീട്. എനിക്കൊരു പഴയ വീട്, എൻ്റെ കുടുംബ വീടെന്നൊരു പഴയ ഓലയിട്ട വീടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ കിടക്കുന്നത്. ആ റൂമിനകത്ത് മുഴുവനും പ്രാവും കൂടുതലുമായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് മൊയിലിനെ ഇഷ്ടം തോന്നി, മൊയിലിനെ വാങ്ങിക്കൊണ്ട് വന്നു. അത് എൻ്റെ ആ റൂമിനകത്ത് എൻ്റെ മാളം തോണ്ടി വലിയ മാളങ്ങൾക്കകത്ത് അത് പ്രസവിച്ചു. അതിൻ്റെ നടുക്കാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ജീവികളോടും എനിക്ക് സ്നേഹം തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാമ്പിലേക്ക് വരുന്നത്. ഒരു 13 വയസ്സ് 14 വയസ്സ് കാലഘട്ടത്തിലേക്കാണ് ഞാൻ പാമ്പിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പാമ്പിനെ പിടിച്ച് കാക്കക്കൂട്ടിനകത്തോണ്ട് വെക്കുന്നത്. ആദ്യം ഏത് പാമ്പിനെയാണ്? മൂർഖനായിരുന്നു സാർ പിടിച്ചത്, കോബ്ര. പക്ഷേ മൂർഖനാണെന്ന് എനിക്കറിയില്ല. അന്ന് നമുക്ക് പാമ്പെന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടമാണ്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്കൊരു 13 വയസ്സ് കഷ്ടി വരുന്നത്, 13ഓ 14ഓ അതിനപ്പുറം എന്തായാലും വരത്തില്ല. 13നും 14നും ഇടയ്ക്കാണ് എന്തായാലും. അപ്പോൾ എഴഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകാതെ പാത്തിരിക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് പോണ വഴിക്ക് ഏതെങ്കിലും പാടത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കപ്പ നട്ടിരിക്കുന്ന കപ്പയുടെ നടുക്കൊക്കെ പോയി പാത്തിരിക്കും. സ്കൂൾ വിട്ട് പിള്ളേർ ഇറങ്ങുമ്പോൾ 3:30 മണിയാകുമ്പോൾ അവർ ഉടങ്ങി വീട്ടിലേക്ക് പോരും. അങ്ങനെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് അന്ന് നമുക്ക് ഉപ്പുമാവാണ് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ഉപ്പുമാവ് കൊണ്ടുവരാൻ വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു അലുമിനിയം പ്ലേറ്റ് ഉണ്ട്, ഒരു പാത്രമുണ്ട്. ആ പാത്രം എപ്പോഴും കവറിലുണ്ടാവും, സഞ്ചി. അന്ന് നമുക്ക് LG കായത്തിൻ്റെ സഞ്ചിയാണ്, അന്നത്തെ LG കായത്തിൻ്റെ സഞ്ചിയാണ് കൊണ്ടുവന്നത്. നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ഈ വേനലാകുമ്പോൾ വെള്ളം വറ്റിയിട്ട് മീനുകൾ കിടന്ന് വെള്ളത്തിൽ പിടയ്ക്കണം, ഈ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് പിടയ്ക്കണമെങ്കിൽ അതിനെല്ലാം പാത്രത്തിൽ പിറക്കിയിട്ടിട്ട് അടുത്തുള്ള കുളങ്ങളിൽ കൊണ്ടിടുന്നൊരു വിനോദം എനിക്കുണ്ടായിരുന്നു. അത് സ്ഥിരമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോകാതെ ഇതിൻ്റെ പിറകെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഒരു 13-13.5 വയസ്സ് സമയത്താണ് ആദ്യമായിട്ട് എന്തോ ഒരു ജീവി ഇങ്ങനെ എഴഞ്ഞു പോകുന്നതാണ്. അത് പാമ്പാണെന്നോ മീനാണെന്നോ ഞാൻ വിചാരിച്ച് നെടുമീനെന്ന് പറഞ്ഞ മീനായിരിക്കും, പക്ഷെ അതല്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം, എന്തെങ്കിലും ഉപദ്രവിക്കുന്ന സാധനമാണെങ്കിലും ഒരു വടിയെടുത്ത് തട്ടിയപ്പോൾ അത് പത്തിയെടുത്ത്, അന്ന് ഇത്രയേ ഉള്ളൂ പത്തി, കുഞ്ഞു പാമ്പ്. അന്ന് ഒരു 10-12 ദിവസത്തെ പ്രായം. ഇന്ന് പാമ്പുകളെ പഠിച്ചു തുടങ്ങിയപ്പോൾ അന്ന് അതിനൊരു 10-12 ദിവസത്തെ പ്രായമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനെ തട്ടി ഒരു കുപ്പിയിൽ കയറ്റി വീട്ടിൽ കൊണ്ട് വെച്ചു. പിന്നെ അമ്മ കണ്ടു, വീട്ടിൽ പ്രശ്നങ്ങളായി, അടിയായി. പിന്നെ അത് അപ്പോഴൊഴിവാക്കി. പിന്നെ എനിക്ക് തോന്നി അമ്മ അടിക്കണമെങ്കിൽ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അപ്പോൾ ഇതിനൊന്ന് പഠിക്കണമെന്ന് തോന്നി. പിന്നെ പല ആൾക്കാരും പിന്നെ ഞാൻ ഈ അമ്പലത്തിൽ വഴിപാടോട്ട് പോകുന്ന സമയത്ത് അവിടെ ഈ ആരാധന മറ്റേ ഒരു മൂലയ്ക്ക് പത്തിയുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് അന്വേഷിച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് വൈദ്യന്മാരുടെ സാന്നിധ്യത്തിലേക്ക് പോയി. അപ്പോൾ ഇവയെക്കുറിച്ച് അതിലൊക്കെ അറിയാമെന്നുള്ള ആരുടെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു വലിയ ഭീകര ജീവിയായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഞാനന്ന് ഇത്രയും നേരം കമ്പോച്ച് തട്ടിയിട്ട് എന്നെ കടിക്കാത്തൊരു ജീവിയെ ഞാനെന്തിനാ ഭീകര ജീവിയായിട്ട് ചിന്തിക്കണം. എനിക്കൊന്ന് എൻ്റെ അടുത്ത് കണ്ടിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു, എൻ്റെ അടുത്തിരുന്ന് കമ്പിട്ട് തട്ടി നിന്നു. അതെന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ എനിക്കൊന്ന് ഇതൊരു ഭീകര ജീവിയല്ല, ഇതൊരു സാധുവാണ്. നമ്മൾ അത് മര്യാദയ്ക്ക് എഴഞ്ഞു പോയൊരു അതിഥിയാണ്. അത് നമ്മൾ വടിയിട്ട് തട്ടി, അതുകൊണ്ടാണ് അത് എണീറ്റ് നിന്നത്, അത് പ്രതികരിച്ചത്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കടിക്കാത്ത നായെ തന്നെ നമ്മൾ അതിൻ്റെ വാലിൽ പോയി ചവിട്ടി എന്താ സാർ ചെയ്യുക? അതിന് വേദനിക്കുമ്പോൾ അത് കടിക്കും. ഇത് തന്നെ ഇവരും ചെയ്യുന്നത്. നമ്മളറിയാതെ പോയി ചവിട്ടുന്നു, തിരിച്ച് എന്താ പറയുക, വിടുവിടെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവർ കടിക്കുന്നു. മറ്റൊരു ഡോഗാണെങ്കിൽ ചവിട്ടുമ്പോൾ വേദനിച്ച് കരയെങ്കിലും ചെയ്യും. ഇത് അതുപോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ പഠിച്ച് തുടങ്ങിയ യാത്ര ഇപ്പോൾ 40 വർഷം പിന്നിടാൻ പോകുന്നു. അതെ, 39-40 വർഷമാകാൻ പോകുന്നു. ഇപ്പം ആദ്യം പിടിച്ച മൂർഖൻ്റെ കുഞ്ഞിന് എത്ര വലിപ്പം ഉണ്ടായിരുന്നു? അതിന് ഏകദേശം ഒരു 1.25 അടിയുള്ള നീളം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ മുട്ട. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ സാറോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു 10 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ നമ്മുടെ ബൈപ്പാസിനടുത്ത് നിന്ന് ചാക്കയ്ക്ക് അപ്പുറം ഒരു കാർ വർക്ക്ഷോപ്പിൻ്റെ മാളത്തിൽ നിന്ന് 2 പാമ്പുകളെയും 30 മുട്ടകൾ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഈ കിട്ടുന്ന മുട്ട എല്ലാ വർഷവും സാധാരണ ഞാൻ 1000-ലേറെ മുട്ടകൾ വിരിയിക്കാറുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന മുട്ടകളൊന്നും കളയാറില്ല. ഇപ്പോൾ ഒരു ആമയുടെ മുട്ട കിട്ടിയാലും ഞാൻ കളയാറില്ല, ഒരു ഓന്തിൻ്റെ മുട്ട കിട്ടിയാലും കളയാറില്ല, ഒരു അരണയുടെ മുട്ട കിട്ടിയാലും കളയാറില്ല. ഇതെല്ലാം കൊണ്ടുവച്ച് മുട്ട വിരിയിക്കും. അതായത് ഒരു ബുക്കിൽ എഴുതിയതിനേക്കാളും മാറ്റം വരുന്നുണ്ട്. നമ്മൾ കൊണ്ടുവച്ച് വിരിയിക്കുന്ന മുട്ടകൾക്ക് ഡേറ്റ് വ്യത്യാസം വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബുക്കിൽ എഴുതിയിരിക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവയെ കൊണ്ടുവച്ച് എത്ര ദിവസമായി വിരിയുന്നു, അപ്പോൾ ഇതിനെ എത്ര ദിവസമായി കാണുന്നത് ഇട്ടിട്ട്, അപ്പോൾ ഒരു മുട്ടയുടെ ഒരു ആമയെ കൊണ്ടുവച്ച് ആമ മുട്ടയിടും. എന്നിട്ട് ആമയെ ഞാനങ്ങ് റിലീസ് ചെയ്യും. ആമയുടെ മുട്ട എത്ര ദിവസം കൊണ്ട് വിരിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓന്തോ അല്ലെങ്കിൽ ഒരു അരണയോ കിട്ടിക്കഴിഞ്ഞാൽ മുട്ടയുടെ വയറ്റിൽ മുട്ടയുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ട് എൻ്റെ ഫിഷ് ടാങ്കിനകത്ത് മണ്ണിട്ടതിനകത്ത് വെക്കുന്നു. അപ്പോൾ ഇത് മുട്ടയിട്ട് കഴിയുമ്പോൾ ഒരു മണ്ണിട്ട് മൂടിയിട്ട് ഒരു വയറ് ഇങ്ങനെ ഒട്ടുമ്പോൾ നമുക്കറിയാം മുട്ട ഇട്ടു. അപ്പോൾ നമ്മൾ അവരെ അങ്ങ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ മുട്ട എത്ര ദിവസം കൊണ്ട് വിരിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പം മുതലുള്ള യാത്ര. എല്ലാം എനിക്ക് എൻ്റെ കണ്ണിന് മുന്നേ കാണുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്.
അന്വേഷണം ഒരിക്കലും ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളത് മാത്രം.